മ്യാൻമർ ഭൂകമ്പത്തിൻ്റെ ഞെട്ടലിലാണ് ലോകം. കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി ഭൂകമ്പങ്ങൾ മ്യാൻമറിനെ വിറപ്പിച്ചിട്ടുണ്ട്. 6.8 വരെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം 2012 മ്യാൻമറിൽ അനുഭവപ്പെട്ടത്. ഈ ഭൂകമ്പത്തിൽ 26ഓളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ വെള്ളിയാഴ്ചയുണ്ടായ ഭൂകമ്പം മ്യാൻമാറിനെ അക്ഷരാർത്ഥത്തിൽ തകർത്ത് കളഞ്ഞു. കഴിഞ്ഞ 75 വർഷത്തിനിടെ മ്യാൻമറിലുണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പമാണിതെന്ന് വിദഗ്ധർ പറയുന്നു. വൻ നാശമാണ് ഭൂകമ്പം വിതച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം വെറും 10 കിലോമീറ്റർ താഴെയാണ്. ഇത് ഭൂകമ്പത്തിൻ്റെ പ്രഹരശേഷി കൂട്ടിയെന്നാണ് വിദഗ്ധർ പറയുന്നത്. മ്യാൻമറിലും തായ്ലൻഡിലും ഉണ്ടായ ഭൂകമ്പത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും നേരിട്ട് ഇടപെടുന്നുണ്ട്. ഭൂകമ്പ ബാധിത മേഖലയുടെ സഹായത്തിനായി UN സഹായം സെക്രട്ടറി ജനറൽ വാഗ്ദാനം ചെയ്തു. മ്യാൻമറിലെ ഭരണകൂടം അന്താരാഷ്ട്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും UNൻ്റെ മ്യാൻമറിലെ ടീം സഹായത്തിനായി പ്രവർത്തിച്ചു തുടങ്ങിയെന്നും അന്റോണിയോ ഗുട്ടറസ് അറിയിച്ചു. ആയിരക്കണക്കിന് മരണങ്ങൾ സംഭവിക്കുമെന്നാണ് US ഏജൻസി വ്യക്തമാക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വൻ നാശമാണ് ഭൂകമ്പം വിതച്ചതെന്നും വിദഗ്ധർ പറയുന്നു. മ്യാൻമർ ഭൂകമ്പത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അതിശക്തമായ ഭൂകമ്പമാണ് അനുഭവപ്പെട്ടത്. ഭൂകമ്പത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ നിലംപതിച്ചു. പ്രകൃതി ദുരന്തത്തിൻ്റെ തീവ്രതയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. ദൃശ്യങ്ങളിൽ നിന്ന് ഭൂകമ്പം മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയെന്നാണ് വ്യക്തമാകുന്നത്. മ്യാൻമറിൽ മാത്രമല്ല, ഭൂകമ്പത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ തായ്ലൻഡിലും അനുഭവപ്പെട്ടു. തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിലെ ചതുപക്കിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ബഹുനില കെട്ടിടം തകർന്നു വീണു. 30 നില കെട്ടിടമാണ് തകർന്നു വീണത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 80ഓളം പേർ കുരുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതിൻ്റെ അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ബാങ്കോക്കിൽ സ്കൈ ട്രെയിൻ ആടി ഉലയുന്നതിൻ്റെയും കെട്ടിടങ്ങളിൽ വിള്ളലുകൾ വീണതിൻ്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നു. ഭൂകമ്പത്തെ തുടർന്ന് ബാങ്കോക്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹുനില കെട്ടിടങ്ങൾക്ക് മുകളിലെ പൂളുകളിൽ നിന്ന് വെള്ളം ആടിയുലഞ്ഞ് താഴേക്ക് വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ അമ്പരപ്പിക്കുന്നതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേയുടെ കണക്ക് പ്രകാരം മ്യാൻമറിലെ മാൻഡലയിൽ നിന്ന് 17.2 കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം. തായ്ലൻഡിൽ സുനാമി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ അധികൃതർ അതീവ ജാഗ്രതയിലാണ്. ഇന്ത്യയിലെ ആൻഡമാൻസിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകൾ ഏറെ നിർണായകമാണെന്നും അധികൃതർ അറിയിച്ചു. മ്യാൻമർ ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനം ബംഗ്ലാദേശിലും ഇന്ത്യയിലും ചൈനയിലും അനുഭവപ്പെട്ടു. ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മേഘാലയയിലും തീവ്രത 4 രേഖപ്പെടുത്തിയ ചലനം അനുഭവപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയോടെ മ്യാൻമറിലെ മാൻഡയിലാണ് 7.7 തീവ്രതയുള്ള അതിശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടത്. പിന്നീട് 12 മിനിറ്റിന് ശേഷം 6.4 തീവ്രതയുള്ള ഭൂകമ്പവും മേഖലയെ പിടിച്ചുകുലുക്കി. മ്യാൻമറിലെ സഗൈൻ പ്രദേശത്താണ് രണ്ടാമത്തെ ഭൂകമ്പം അനുഭവപ്പെട്ടത്.